നമുക്കിന്ന് കടല കറി വെക്കുന്നത് നമുക്കിന്ന് നോക്കാം. നല്ല ഗ്രേവി ആയിട്ട് വെക്കുന്ന കടലക്കറി. അപ്പം അതിനു മുമ്പ് ഞാൻ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അപ്പം എല്ലാവർക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, ഷെയർ ചെയ്തവർക്കും, ലൈക്ക് ചെയ്തവർക്കും എല്ലാവർക്കും വളരെ നന്ദി. ഓക്കെ, നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ പോവാം. വരൂ കൂട്ടുകാരെ. നമുക്ക് കടലക്കറി ഉണ്ടാക്കാനായിട്ട് കടല എടുത്ത് കഴുകി നീറ്റാക്കി വെച്ചതാണിത്. കണ്ടോ, ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉണങ്ങിയാണല്ലോ ഇരിക്കണത് കടല. അതിനെ നമ്മൾ വെള്ളത്തിൽ ഇട്ടുമ്പോൾ കുതിർന്ന് നല്ല പച്ചയുടെ പോലെ വരും. അപ്പോൾ ഒരു ദിവസം രാവിലെ വൈകിട്ട് വെള്ളത്തിൽ നനച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അത് കുതിർന്ന് നല്ല പച്ച പോലെ വരും. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളൂ, കുറച്ചൊന്ന് വീർത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഉണക്ക തന്നെയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് വീർത്ത് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് രാവിലെ ആകുമ്പോൾ പുഴുങ്ങി വെക്കാം. ഓക്കെ, ഇങ്ങനെ തലേ ദിവസം നനച്ചിട്ടിട്ട് രാവിലെ എടുക്കാം. അതിനുവേണ്ടി ഞാൻ നനച്ചിട്ടേക്കുന്നതാണിത്. കണ്ടോ, തലേ ദിവസം രാത്രി നനച്ച് വെച്ചത് നേരം വെളുത്തപ്പോഴത്തേക്കും കടലെല്ലാം നല്ല വിരിഞ്ഞ് വെള്ളം കുടിച്ച് നല്ലത് ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കത് പുഴുങ്ങാൻ വെക്കാം. നമുക്ക് കുക്കറിലേക്ക് നിറക്കാം. കണ്ടോ, ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. ഇതിലേക്കൊക്കെ വെള്ളം ഒഴിക്കണം. കണ്ടോ, അതിങ്ങനെ കടലയുടെ അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം, മഞ്ഞൾപ്പൊടി ഇടാം. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇടാം, വെളുത്തുള്ളി ചതച്ചത്. വെളുത്തുള്ളി ഇട്ട് വേവിക്കുന്നതാണ് നല്ലത്. ഈ പയർ വർഗ്ഗങ്ങൾക്കൊക്കെ ഗ്യാസ് ഉണ്ടാവുമല്ലോ, അപ്പം അത് ഗ്യാസിൻ്റെ അസ്വസ്ഥതയുള്ള ആളുകൾക്ക് നമ്മൾ ആ വെളുത്തുള്ളി ഇട്ട് പുഴുങ്ങുമ്പോൾ തന്നെ വേവിക്കാൻ ഇടുന്നതാണ്. നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ പുഴുങ്ങി വേവിച്ച് കൊടുത്താൽ. അല്ലാതെ നമ്മൾ കടല പയർ ഇതെല്ലാം വേവിച്ച ശേഷം പിന്നെ താളിക്കാൻ നേരത്ത് മാത്രമേ ഇടണമെങ്കിൽ ഒരു കുറച്ച് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ നമ്മൾ വേവിക്കുമ്പോൾ ആണ് വെളുത്തുള്ളി ഇടുന്നതെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ കഴിച്ചാൽ. ഇനി നമുക്ക് വേപ്പില ഇടാം. ഇനി കുക്കർ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ വെള്ളം തിളക്കുമ്പോൾ ആ വെളുത്തുള്ളി എല്ലാം വെള്ളത്തിലരിഞ്ഞ എല്ലാ കടലയിലും ഒക്കെ നന്നായി വെളുത്തുള്ളിയുടെ സത്തും കടലയ്ക്ക് കിട്ടും. ഇതിനെ അടച്ചിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് വേവിക്കാം. കുക്കർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം.
അല്ല, കടല ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് വേവണം എന്നുണ്ടെങ്കിൽ ഒരു നേരിയ തീയിൽ കുറച്ച് നേരം കൂടി വെക്കാം കേട്ടോ. നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. അധികം വെന്ത് പോകാൻ ഉണ്ടാകുന്നുള്ള ആളുകൾ നേരി തീയിൽ വെക്കണമെന്നില്ല, ഇപ്പം തന്നെ ഓഫ് ചെയ്യും. ഞാനൊരു ഇത്തിരിയും കൂടി വേവാനായിട്ട് വെച്ചിട്ടുണ്ടേ. ഏറ്റവും കൂടി ആ നേരി തീയിൽ വെച്ചിട്ട് ഓഫ് ചെയ്യാം. വളരെ നേരി തീയിൽ വെച്ചാൽ മതി. അതങ്ങനെ അടിച്ച് വെള്ളം വറ്റി പോകണ്ട, നേരി തീയിലിരുന്നാൽ മതി. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം, 1 സ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഓക്കെ, ഇത്തിരി മഞ്ഞൾപ്പൊടി കണ്ടോ. കുറച്ച് കുരുമുളക് പൊടി, പൊടിയല്ല, കുരുമുളക്, മുഴുവൻ കുരുമുളക് കുറച്ച് മതി. ജാതിപത്രി കുറച്ചിട്ടിട്ടുണ്ട്. ഒരു 4-5 ഏലക്ക പൊളിച്ചത് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉലുവ കണ്ടോ, ഒരു പിഞ്ച് ഉലുവ. ഇത്രയും ചേർത്ത് നമുക്ക് ചൂട് കയറ്റി ഒന്ന് വാട്ടി എടുക്കാം. ഉപ്പും ചേർക്കാം കേട്ടോ. നമുക്കിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് വെച്ച് ചൂട് കയറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നേരെ തീയിൽ വാട്ടണം കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ടേക്കണോണ്ടേ അല്ലാതെ മൂത്ത് പോകും. നേരി തീയിലിങ്ങനെ വാട്ടിയാൽ ഒരു കറക്റ്റ് ആ ഒരു ഇത് കിട്ടുള്ളൂ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മിക്സിയിൽ ഇതിനെ അടിച്ചെടുക്കാം. ചൂടാറിയട്ടെ.
ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ തേങ്ങ വറുത്തത് പൊടിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി എടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ. ഏലക്കയും ജാതിപത്രിയൊക്കെ ഇട്ട് അടിച്ചുകൊണ്ട് നല്ലത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട്. നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് താളിക്കാനായിട്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഇടാം. അധികം വെളിച്ചെണ്ണ ഇടേണ്ട എന്താണെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരച്ചതുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് വെളിച്ചെണ്ണ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, സവാള അരിഞ്ഞത് ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വഴറ്റി കൊടുക്കാം. കണ്ടോ, സവാള മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്ത പേസ്റ്റ്, മിക്സിയിലടിച്ച പേസ്റ്റ് ഇതിലേക്ക് ഇടാം. കണ്ടോ, പേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മൂപ്പിക്കാം. സവാളയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് എല്ലാ ജലാംശമൊക്കെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് ആ ചൂടിലൊന്ന് വഴറ്റി കൊടുക്കാം. ഏലക്കയും എന്താ പറയുക, ജാതിപത്രിയും ഒക്കെ ഇട്ട് അതിൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് മൂക്കുമ്പോൾ നല്ലതായിട്ട് മൂക്കട്ടെ. ഇതിൻ്റെ ജലാംശം എല്ലാം പോയി ഒരു ഒറ്റ കട്ട പോലെയാവും. അല്ലാതെ അത് തമ്മി പശ ഒട്ടിപ്പിടിച്ച പോലെ വരുന്നുണ്ടോ, അങ്ങനെ വരും. മൂത്ത് വരും തോറും അതിൻ്റെ ജലാംശം കുറഞ്ഞു വരും തോറും അങ്ങനെ വരും. പുതിയ കുട്ടികൾക്കൊക്കെ ഒത്തിരി പഠിക്കാനും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഇങ്ങനെ ചാനലുകളിലൂടെയൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ അറിവുകൾ കിട്ടുന്നത്. അപ്പം എൻ്റെ ചാനലും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുട്ടികളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം എൻ്റെ റെസിപ്പീസും അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ സാധാ നാടൻ സ്റ്റൈലുള്ള കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. കെമിക്കൽ അങ്ങനെയുള്ള ഇത് കളറുകളോ അങ്ങനെയൊന്നും ചേർത്തിട്ടുള്ള കുക്കിംഗ് അല്ല എൻ്റേത്. എനിക്ക്
സാധാരണ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന കുക്കിങ്ങുകളാണ് എല്ലാം. ടേസ്റ്റ് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. കണ്ടോ, ആ ഗ്രേവിയിലേക്ക് കടല ചേർത്തിട്ടുണ്ട്. ഇനി അതിൽ കിടന്ന് നന്നായി തിളച്ച് ആ മസാലയിട്ട് മിക്സ് ആവട്ടെ. ഞാൻ ആ മിക്സി കഴുകിയ വെള്ളവുമൊക്കെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായി തിളച്ച വെള്ളം ഒന്ന് കുറുകി വരട്ടെ. കണ്ടോ, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുക്കാം. ഇപ്പോൾ ചാറായിട്ട് വേണ്ട ആളുകൾക്ക് ഈ ലെവലിൽ എടുക്കാം, അല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം വറ്റിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.